ഇന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഭൂമിയിൽ ആ കാറ്റ് വീശിയേ പറ്റുള്ളൂ. മഹാമാരികളെ എടുത്തുകൊണ്ടുപോകുന്ന, പ്രതിസന്ധികളെ റിമൂവ് ചെയ്യുന്ന, പ്രതികൂലങ്ങളെ തുടച്ചു നീക്കുന്ന അവിടുത്തെ കാറ്റ് ഈ ഭൂമിയിൽ അടിക്കണം. മനുഷ്യന്റെ കഴിവുകളും പരിധികളും പരിമിതികളും കൈവിട്ടു പോകുമ്പോൾ, മനുഷ്യകുലത്തിനൊന്നും ചെയ്യുവാൻ കഴിയാതെ മനുഷ്യർ നിസ്സഹായരാകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പല പ്രതിസന്ധികൾ ലോകത്തിൽ നിൽക്കുമ്പോൾ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? എന്താണ് കാറ്റിൻ്റെ പ്രത്യേകത? കാറ്റും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുമായി വളരെ കണക്റ്റഡ് ആണ്, ബന്ധമുണ്ട്. കാറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാറ്റിനെ അനുഭവിക്കാം. ഒന്ന്, കാറ്റിനെ അനുഭവിക്കാം. കാറ്റുകൊണ്ടുണ്ടാകുന്ന സംഭവങ്ങൾ കാണാം, പക്ഷെ കാറ്റിനെ കാണാൻ പറ്റില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും. പരിശുദ്ധാത്മാവിനെ നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കാം. പരിശുദ്ധാത്മാവ് ഒരു സഭയിലോ ഒരു ശുശ്രൂഷയിലോ ഒരു വ്യക്തിയിലോ വെളിപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില ഡെമോൺസ്ട്രേഷൻസ്, ചില സംഭവങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ, അന്ന് കൂടിയിരുന്ന 120 പേർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് വിമർശിച്ചവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കിന്ന് പകൽ അനുഭവിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മളുടെ മധ്യയെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങൾ, മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തി നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷ സംസാരിക്കും, നമുക്ക് കാണാൻ കഴിയും. അവരെന്തിനാ ഈ ചാടുന്നത്, എന്തിനാ ഈ തുള്ളുന്ന, എന്തിനാ ആ വ്യക്തി എന്നാ ഭയങ്കരമായിട്ടിരുന്ന് വൈബ്രേറ്റഡ് ആകുന്നത്, എന്തിനാ പുള്ളി ഇരുന്ന് കരയുന്നത്? ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ചിലത് കാണാൻ കഴിയും, ആ വ്യക്തിക്ക് ചിലത് അനുഭവിക്കുവാൻ കഴിയും. When the Holy Spirit comes on a person, there will be manifested evidences, and the best symbol which portrays this is the wind. What is the speciality of wind? You can experience the wind, but you cannot see the wind. You can experience the wind by its works and manifestations throughout. It can uproot trees, it can take away the roofs of houses, but you cannot see it. Even in ministry too, the same thing happen. In the ministry, when the Holy Spirit manifests as a wind, you can find manifestations, you can find the anointing spreading, you can find the work of the Holy Spirit in that place. In the same way, when the Holy Spirit manifests, you can see demonstration. This happened in Acts chapter 2 when the Holy Spirit came powerfully. Peter was telling, what you see and what you hear are the words of the Holy Spirit which had been prophesied by the prophet Joel. So the speciality of the wind, you can experience it, though you cannot see it. ഒന്നാമത് ഞാൻ തിരുവെഴുത്തിൽ കാണുന്നത്, വാഗ്ദത്തത്തിൽ എത്തിക്കുവാൻ, പ്രോമിസിലേക്ക് എത്തിക്കുവാൻ ദൈവം അടുപ്പിച്ച വഴി തുറക്കുന്ന ഒരു കാറ്റിനെയാണ്. അത് ഞാൻ കണ്ടത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിലാണ്. എക്സഡസ് ചാപ്റ്റർ 14 വേഴ്സ് 21 and 22. മോശ കടലിൻ്റെ മേൽ കൈനീട്ടി അന്ന് രാത്രിയിൽ മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ദൈവം അടുപ്പിച്ച ഇസ്രായേൽ സഭയ്ക്കായി വഴികൾ തുറക്കുവാൻ, പഴയ നിയമ ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ പൈശാചിക മേഖലയുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഒരു വലിയ കിഴക്കൻ കാറ്റിനെ, മഹാശക്തിയുള്ള ഒരു കാറ്റിനെ പഴയ നിയമ സഭയ്ക്ക് വേണ്ടി അടുപ്പിച്ച് ഒരു വഴി അവരുടെ മുമ്പിൽ തുറന്നതുപോലെ, ആരാധനയ്ക്കായി തുറന്ന വഴി,
മറ്റൊന്നിനും തുറന്ന വഴിയല്ലത്. ആരാധനയ്ക്കായി തുറന്ന വഴി, ആരാധനാ സ്വാതന്ത്ര്യത്തിനായി തുറന്ന വഴി. അതുകൊണ്ടാണ് ആ വഴി കടന്ന് മറുകരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മിരിയാം കയ്യിൽ തപ്പെടുത്താർത്ത് ദൈവത്തെ ആരാധിച്ചത്. പഴയ നിയമത്തിൽ തൻ്റെ ജനത്തിന് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ, പഴയ നിയമത്തിൽ തൻ്റെ സഭയ്ക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ, അവരെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാൻ അവരുടെ മുമ്പിൽ വഴി തുറക്കുന്ന ഒരു കാറ്റ് സ്വർഗത്തിലെ ദൈവം അടിച്ചെങ്കിൽ, ഒരു മഹാശക്തിയുള്ള കാറ്റ് അവിടെ വെളിപ്പെട്ടെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളിൽ നാം കാണുന്നു 2-ാം അധ്യായത്തിൽ ഒരു കൊടിയ കാറ്റ് ആദിമ സഭയിലും വെളിപ്പെട്ടു. അത് മറ്റൊന്നല്ലായിരുന്നു, അതും ഒരു വഴി തുറന്ന കാറ്റായിരുന്നു. പുതിയ നിയമ സഭയ്ക്ക് വഴി തുറന്ന കാറ്റ്, തന്റെ ജനത്തെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്ന കാറ്റ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ എന്റെ തലമുറയുടെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ജീവിതത്തിന്റെ മേൽ, എന്റെ ശുശ്രൂഷയുടെ മേൽ ഒരു വഴി തുറക്കുന്ന കാറ്റ്, വാഗ്ദത്തത്തിൽ എത്തിക്കുന്ന കാറ്റ് ഇന്ന് പകലിലും അടിപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ മഹാശക്തനാണ്, അവൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. Whenever the Holy Spirit blows somewhere, things will be very vividly visible. You can see things. That's why the Lord was speaking to Nicodemus like this in John chapter 3 verse 8, like this: the wind blows where it wishes, and you hear the sound of it, but cannot tell where it comes from and where it goes. So is everyone who is born of the Spirit. Today the Lord is going to prophetically release this wind on some people, and if you take it in that way, it will be released into your each and every realms of your life. The first point, what we understand from the Holy Spirit as the wind. The first thing, the wind which fulfills God's promises and opens way for your promises. That's the first point. This is very clear from Exodus chapter 14 verse 21 following, where the people are at the verge of the Red Sea, and the enemy is almost pursuing them, almost near them, and they are looking at the Lord. And what happens was a strong wind was blown, and the way was opened in front of them. In front of them they just saw the Red Sea, but when the wind was blowing, it was parted into two, and a dry land appeared, a dry way appeared. This kind of the wind is what the Holy Spirit blowing as a wind. As they moved forward, they came out to the other shore, and you find Miriam taking the tambourine, and she was worshiping the Lord. What do you mean by this? They were liberated and released from the bondage of Satan, from the bondage of Pharaoh. And once they came out, what kind of liberation they got? What kind of liberation did the wind give them? The liberation which they got was they were liberated to worship the Lord. And the same thing you find in Acts chapter 2, a heavy wind, a strong wind that actually took the people by force. And what kind of thing did it manifest? They were liberated into a new way of approaching the Lord, into a new way of worshiping the Lord. Let this wind be liberated and released into your life, into your finances, into your life, into your children, into your generation, so that you can find a new liberated move of worshiping the Lord in the truth and in the Spirit. വഴി തുറക്കാൻ അടിച്ച കാറ്റ്. നമ്പർ 2, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം അടുപ്പിച്ച കാറ്റുകളുടെ എല്ലാം പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നെന്നും പറഞ്ഞല്ലേ കർത്താവ് ഇത് നമ്മൾ കേൾപ്പിക്കുന്നത്. പ്രസ്തുത ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ഭാഗങ്ങൾ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി ഇതിനെ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് ആക്ട് ചെയ്യും, ഇത് ആക്ടിവേറ്റഡ് ആകും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. രണ്ടാമതായി നമ്പർ 2, ദൈവം അടുപ്പിച്ച കാറ്റുകളിൽ നമ്പർ 2, the wind of restoration. പുനർസ്ഥാപിക്കുവാനായി അടുപ്പിച്ച കാറ്റ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ലോകം, ഓൾ വേൾഡ് പ്രാർത്ഥിക്കുക ഒരു പുനർസ്ഥാപനത്തിനായി. ദൈവമേ, പണ്ടത്തെ പോലൊരു കാലമൊക്കെ തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്റ്റോറേഷന് വേണ്ടി എല്ലാ സഭകളും ദൈവദാസന്മാരും സമൂഹവും കണ്ണുനീരോടെ പ്രാർത്ഥനയിലാണ്.
എന്നാൽ ഞാൻ വേദപുസ്തകത്തിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പക്കൽ അങ്ങനൊരു കാറ്റുണ്ട്. ദ വിൻഡ് ഓഫ് റെസ്റ്റോറേഷൻ, പുനർസ്ഥാപനത്തിൻ്റെ കാറ്റ്, സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ അടുപ്പിക്കുന്ന കാറ്റ്. അത് ദൈവത്തിന് വീണ്ടും ഭാരതത്തിൽ ചെയ്യാൻ കഴിയും. അത് ദൈവത്തിന് നിങ്ങളുടെ രാജ്യങ്ങളിൽ ചെയ്യാൻ കഴിയും. അത് ദൈവത്തിന് നിങ്ങളുടെ പട്ടണങ്ങളിൽ ചെയ്യാൻ കഴിയും. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഗസ്കേൽ ചാപ്റ്റർ 37 വേർഡ് 9 and 10, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ നിഹിതന്മാർ ജീവിക്കേണ്ടതിന്, നിഹിതന്മാർ ജീവിക്കേണ്ടതിന്. ദയവായിട്ട് ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്തിനാ കാറ്റിനോട് പ്രവചിക്കുന്നേ? ഈ കാറ്റിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. എന്തിനാണ് കാണാൻ കഴിയാത്ത ഈ കാറ്റിനോട് സംസാരിക്കുന്നത്? ഈ കാറ്റിന് മാത്രമേ ആ പ്രവൃത്തി അവിടെ ചെയ്യാൻ കഴിയൂ. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. കാറ്റേ, നീ ഇവരുടെ മേൽ ഊതുക. എന്തിനാണ്? ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന്. യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ട് ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിക്കണോ, എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് പേടിച്ച് ഭയപ്പെട്ട് ആകുലപ്പെട്ട് യൂദ പോയി ആത്മഹത്യ ചെയ്ത് സകലതും തകർന്ന് തരിപ്പണമായി പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ ഭീരുത്വമായി നിറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ നടുവിൽ യേശു വന്ന് നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവെന്ന് പറഞ്ഞു. അവിടെ വ്യാപരിച്ച ഒരു ജീവനുണ്ട്, അവിടെ വെളിപ്പെട്ടൊരു ജീവനുണ്ട്, അവിടെ വെളിപ്പെട്ടൊരു തുടിപ്പുണ്ട്. എന്നാൽ എഗസ്കേൽ 37:9 പ്രവാചകനായ എഗസ്കേലിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ കാറ്റിനോട് പ്രവചിക്ക. ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരോട് പ്രവചിക്ക. അതിന്റെ അടുത്ത വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ദൈവത്തിന്റെ ആത്മാവ് എഗസ്കേൽ എന്ന പ്രവാചകനെ എടുത്തുകൊണ്ടുപോയി. ഇതുപോലെ പരിശുദ്ധാത്മാവ് എഗസ്കേൽ എന്ന പ്രവാചകന്റെ മേൽ വന്ന് ആത്മാവ് അവനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയിൽ നിർത്തി. എന്നിട്ട് അതിന്റെ നടുവിലൂടെ അവനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ: പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു ചോദ്യം നിങ്ങളോട്: ഈ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുമോ? ഈ അവസ്ഥകൾ മാറുമോ? ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ? പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ നിലകളിലേക്ക് ഉയരാൻ കഴിയുമോ? ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമോ? അതോ എന്നും അസ്ഥിക്കൂമ്പാരങ്ങളും ശൂന്യതകളും മാത്രമായിരിക്കുമോ എൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും? എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യം എഗസ്കേലിനോട് ചോദിക്കുമ്പോൾ, യഹോവയായ ദൈവമേ, നീ സകലത്തെയും അറിയുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞു മാറരുത് എഗസ്കേൽ. നിനക്കങ്ങനെ മാറാൻ പറ്റത്തില്ല. നിന്റെ നാവിൽ ഞാനൊരു അധികാരം തന്നിട്ടുണ്ട്, നിന്റെ മേളിൽ ഞാനൊരു ആത്മാവിനെ പകർന്നിട്ടുണ്ട്. ആ ആത്മാവാണ് നിന്നെ ഇവിടെ നിർത്തിയതെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന് ഈ അസ്ഥികളെ ഒരു സൈന്യമാക്കാൻ കഴിയും. ആരോടൊക്കെയോ കർത്താവിന്റെ ആത്മ പറയുന്നു, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവും നിന്റെ നാവിൽ തന്നിരിക്കുന്ന അധികാരവും മതി ഏത് താഴ്വരകളും ഏത് അസ്ഥിക്കൂമ്പാരങ്ങളും സൈന്യമാക്കി ദൈവത്തിന് മാറ്റുവാൻ, സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യുവാൻ. I thank you, precious God. സാഹചര്യങ്ങളെ മാറ്റുവാൻ, അവസ്ഥകളിൽ വ്യത്യാസം കൊണ്ടുവരുവാൻ. അവിടെ എന്താ സ്വർഗം ചെയ്തേ? എഗസ്കേൽ എന്ന പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചു, വായ്കൾ തുറന്ന് പറഞ്ഞു. ബൈബിൾ പറയുന്നു, അപ്പോൾ താഴ്വരയിൽ 4 കോണുകളിൽ നിന്നും 4 ദിക്കുകളിൽ നിന്നും കാറ്റടിച്ചു.
ആ കാറ്റ് എന്തോ ചെയ്തേ? ചിതറിക്കിടന്ന ബോൺസിനെ, ഡ്രൈ ബോൺസിനെ, ചിതറിക്കിടന്ന അസ്ഥികളെ ചേർത്തു കൊണ്ടുവന്നു, റെസ്റ്റോർ ചെയ്തു. പല ആയിരങ്ങൾ ആ താഴ്വരയിൽ മരണപ്പെട്ടതാണ്. ആരുടെ അസ്ഥിയാണത്? ആരുടെ അസ്ഥിവഞ്ചനങ്ങളാണതെന്ന് ഐഡന്റിഫൈ പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ, തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ, ഞാനൊരു സത്യമായ കാര്യം നിങ്ങളോട് പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് അടുപ്പിക്കുന്ന കാറ്റിന് വിവേചിക്കാൻ കഴിയും. Second important aspect of Holy Spirit as wind is this is a wind of restoration, a wind which brings into life the dead situation, the withered situation. In all these the Holy Spirit blows and you can find life teeming out of it. Best example, Ezekiel chapter 37 verse 9 following, where you find the valley of dry bones, and there the prophecy is you have the wind has to blow on it, then only life will come. What happens? The person has to prophesy, the prophet has to prophesy on the bonds, then only the life will come out. And a question is asked, do you know what will happen? And what will happen to these bonds? What was the answer of the prophet? The prophet says, Lord, you know, I don't know anything. And here the message is, do not just hold back, do not withhold from such situations by saying such lame excuses. You have to open your mouth. The Lord has given you the Spirit of the Lord which brings life. You have to open your mouth with authority and speak to the dry situation, speak to the withered situation, speak to the dislocated situation, that let life come. What happened? Life began to come on these. What happened? The bonds which are dislocated and scattered, it began to come and it began to knit together in proper proportions. What's the message again here? The Lord will never ever allow the things which should come to you, the things which ought to come to you, it will not be redirected into any other person's body. The bond which has to come to you, it will be coming into you. The goodness which the Lord has prepared for you, it will be coming into you, into your life, into your children, into your ministry, into your house. That will be coming without going anywhere else. That is the power of the wind of the Holy Spirit. And the things which are prepared for you, that will be coming back to you in proper proportions. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള രണ്ട് പദങ്ങളുണ്ട്. ഒന്ന്, അവർ ജീവിച്ചു. ഈ കാറ്റ് ഏത് അസ്ഥികളിലേക്ക് വീശിയോ, ഈ കാറ്റ് ഏത് ബോൺസിനെ തലോടി കടന്നുപോയോ, ഈ വിൻഡ് ഏതെല്ലാം അസ്ഥികളെ തലോടി കടന്നുപോയോ, ആ അസ്ഥികളെല്ലാം ജീവിച്ചു. അത് വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്നെ തലോടുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്നൊരു ജീവനുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവൻ, ഭയത്തെ പുറത്താക്കുന്ന ജീവൻ, ആകുലതകളെ തകർക്കുന്ന ജീവൻ, സകലത്തെയും ജയിക്കുന്ന ജീവൻ, നിന്നെ ജയാളിയാക്കി തീർക്കുന്ന ജീവൻ. അവർ ജീവിച്ചു. ഏറ്റവും വലിയ ഒരു സൈന്യമായി നിവർന്നു നിന്നു. രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. നമ്പർ 1, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ, ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത പ്രയോജനരഹിതമായ ഒരു യുദ്ധഭൂമി, ഒരു താഴ്വര. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റ് അവിടെ വീശിയപ്പോൾ, ആത്മാവുള്ളൊരു മനുഷ്യൻ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ആ താഴ്വരയുടെ ചിത്രം മാറുകയാണ്. യെസ്, ആ സ്ഥലത്തിൻ്റെ ചിത്രം മാറുകയാണ്. ആ വാലി തന്നെ ചേഞ്ച് ആകുകയാണ്. നിങ്ങളിപ്പോൾ ആ വാലിയിലേക്ക് നോക്കിയാൽ വളരെ ആരോഗ്യമുള്ള, ശക്തന്മാരായ, ദൈവം എഴുന്നേൽപ്പിച്ച ഒരാർമിയെ നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു ഡെഡ് ബോൺ അല്ല, ചത്ത ഡ്രൈ ആയിട്ടുള്ള എല്ലുകളല്ല, ഒരു സൈന്യത്തെ നിങ്ങൾക്കവിടെ കാണാം. അതെ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നാൽ നിന്റെ ചിത്രം മാറും, നിന്റെ ചരിത്രം മാറും. എഴുതി വെച്ചു,
പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടാൽ നിന്റെ ചിത്രം മാറും, നിന്റെ ചരിത്രം മാറും. ഹല്ലേലൂയ. The wind of restoration. മറ്റൊരു ദൈവം അടുപ്പിച്ച കാറ്റ് ഈ റെസ്റ്റോറേഷനുമായി, പുനർസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഈ ഭൂമിയുടെ മേലെ ഒരു കാറ്റടിപ്പിച്ചു. ആ കാറ്റ് ഈ ഭൂമിയിൽ അടിച്ചപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് എന്താ? ആ ഫ്ലഡ് ജഡ്ജ്മെന്റ് ആണ്. ന്യായവിധിയുടെ വെള്ളം നിലച്ചു, വെള്ളം താന്നു, ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്: വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. നമുക്കറിയാം 7-ാം മാസം 17-ാം തീയതി ആ പെട്ടകം അരാരത്തെന്ന പർവ്വതത്തിൻ്റെ മേൽ ഉറച്ചു. ഇത്രയും മാസങ്ങൾ, ഇത്രയും ആഴ്ചകൾ, ഇത്രയും ദിവസങ്ങൾ ന്യായവിധിയുടെ പ്രളയത്തിനകത്ത് ഒഴുകി നടന്ന ഈ പെട്ടകം. നിങ്ങൾ ആ സാഹചര്യം ഇന്നത്തെ സാഹചര്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ഭയങ്കര ജഡ്ജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനെയും ബാക്കി വയ്ക്കാത്ത നിലയിലുള്ള ന്യായവിധി. ഈ ന്യായവിധിയുടെ പ്രളയത്തിൻ്റെ പേമാരിയുടെ നടുവിൽ നോഹയും കുടുംബവും ഈ പെട്ടകത്തിനകത്ത് ഒഴുകി നടക്കുകയാണ്. ഒരു കാരണവശാലും ഇത് തീരുന്നില്ല, ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല, ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ആ സമയത്താണ് ബൈബിൾ പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ആ കാറ്റ് ദൈവം അടുപ്പിച്ചതിനാൽ ഭൂമിയിലുള്ള വെള്ളം നിലച്ചു. നോഹയും കുടുംബത്തെയും സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും നെക്സ്റ്റ് ഒരു സീസൺ അവിടെ ഓപ്പണായി. ഇന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഭൂമിയിൽ ആ കാറ്റ് വീശിയേ പറ്റുള്ളൂ. മഹാമാരികളെ എടുത്തുകൊണ്ടുപോകുന്ന, പ്രതിസന്ധികളെ റിമൂവ് ചെയ്യുന്ന, പ്രതികൂലങ്ങളെ തുടച്ചു നീക്കുന്ന അവിടുത്തെ കാറ്റ് ഈ ഭൂമിയിൽ അടിക്കണം. മനുഷ്യന്റെ കഴിവുകളും പരിധികളും പരിമിതികളും കൈവിട്ടു പോകുമ്പോൾ, മനുഷ്യകുലത്തിനൊന്നും ചെയ്യുവാൻ കഴിയാതെ മനുഷ്യർ നിസ്സഹായരാകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പല പ്രതിസന്ധികൾ ലോകത്തിൽ നിൽക്കുമ്പോൾ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു, വാക്സിനുകൾ വരുമ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടാകും, അത് വരുമ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടാകും, ഇത് വരുമ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകും. പക്ഷെ അതിനെല്ലാം പരിമിതികളുണ്ട് എന്ന് ലോകം തന്നെ പറഞ്ഞെങ്കിൽ, യഥാർത്ഥമായ ഒരു റെസ്റ്റോറേഷൻ, യഥാർത്ഥമായ ഒരു പുനർസ്ഥാപനം, യഥാർത്ഥമായ ഒരു മാറ്റം, യഥാർത്ഥമായ ഒരു സ്വസ്ഥത, യഥാർത്ഥമായ ഒരു അനുഗ്രഹം, യഥാർത്ഥമായ ഒരു വീണ്ടെടുപ്പ്, യഥാർത്ഥമായ ടെൻഷനുകളില്ലാതെ, ഭാരങ്ങളില്ലാതെ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് പറ, നോഹയുടെ കാലത്തടിച്ച ന്യായവിധികളെ നീക്കിയ നിന്റെ ആത്മാവിന്റെ കാറ്റ് ഞങ്ങളുടെ ദേശത്തിലും വീശണമേ. ഹല്ലേലൂയ. The wind of restoration. Wind of restoration. We have another example from Genesis chapter 8 verse 1 to 3, where we find the Lord is making a wind to pass over the earth which was hit on a global level by the flood. The whole of the humankind was swallowed in that flood, and only the ark and the animals and the people inside are floating on this flood. Totally a kind of uncertainty is in front of them. This flood is not subsiding, and they don't know what they have to do. It's a situation of turmoil, a great ordeal they are facing. Nothing is happening. The whole world is being swept away by this flood. In that situation, in that turmoil, if you just look at the present situation, this is a clear caricature of what has happened because of the pandemic in a global level. And the same thing happened during Noah's time. What happened in that situation? The Lord actually made a wind to pass over the whole of the earth. In that situation, a wind was blown
on, and blessings began to flow. As Pastor said, a new season began to open up. The Lord began to make a covenant with the people, and he said, I will not destroy the earth once again with this great flood that has hit. A new season was opened, and the people thought that everything is over. Noah might have thought that everything is all over. What's going to happen next, nobody knows. In that situation, when the wind began to blow, the whole new situation, a whole new season was opened. What we read is sowing, harvest, seasons, blessings. All of these things began to be released during this time. And then Noah gave a worship to the Lord. A fragrance offering was offered before the Lord. The Lord smelt that fragrance, and he began to bless the people. Dear children of God, all of us are in front of an uncertain situation. Do not think that this will last forever. The Lord will Lord will make the wind of the Holy Spirit to blow on the earth. A new season will be opened. Things will open up. A situation will come when we will be able to worship the Lord in truth and spirit, without any agony, without any fear. The Lord will be opening a season of the Holy Spirit where total liberated worship will burst forth from the children of God. And why don't we pray for that? Number one, വഴി തുറക്കുന്ന, വാഗ്ദത്തത്തിലെത്തിക്കുവാൻ, പ്രോമിസിലെത്തിക്കുവാൻ, ആരാധന സ്വാതന്ത്ര്യമുണ്ടാകുവാൻ വഴി തുറക്കുന്ന കാറ്റ്. നമ്പർ ടു, പുനർസ്ഥാപനത്തിന്റെ സകലത്തെയും റെസ്റ്റോർ ചെയ്യുന്ന കാറ്റ്. അത് അസ്ഥികളിലും ഭൂമിയിലും. നമ്പർ ത്രീ ഈസ് ഇമ്പോർട്ടൻറ്റ്. The wind of provisions. കരുതലിന്റെ കാറ്റ്. കരുതലിന്റെ കാറ്റ്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും, അങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്തും ആ കാടകളെ പറന്നു നിൽക്കുമാറാക്കി. 32-ാം വാക്യത്തിൽ സംഖ്യാപുസ്തകം പറയുന്നു, ജനം എഴുന്നേറ്റു. അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേനാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ പാളയത്തിന് ചുറ്റിലും ചിക്കി. ആ ജനം എഴുന്നേറ്റ് പകലും രാത്രിയും പിറ്റേ ദിവസവും മുഴുവൻ പിടിച്ചു കൂട്ടത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവം അവരെ കരുതി. ആ കരുതലിന്റെ പിറകിൽ ദൈവം എന്താ ചെയ്തത്? എന്തായിരുന്നു അവിടെ വെളിപ്പെട്ടെ? 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. ദൈവം അടിപ്പിച്ച ഒരു കാറ്റാണ് വാസ്തവത്തിൽ അവർക്ക് കരുതലായി തീർന്നത്. അവരുടെ ടെന്റിന്റെ മുൻപിൽ കൈയെത്തിപ്പിടിക്കുന്ന ഡിസ്റ്റൻസിൽ, കരത്തിൽ, അങ്ങനെ വേണം പറയാൻ, പോയി പിടിക്കുവല്ലായിരുന്നു, കൈയെ കൊണ്ട് കൊടുക്കുകയായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലർ കരയുന്നുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ, ചില ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ, ചില ആവശ്യങ്ങളുടെ മുൻപിൽ ചില ആകുലതകൾ അവരിലുണ്ട്. വായി തുറന്ന് പറയാമോ, പഴയ നിയമ ഇസ്രായേലിനെ കരുതിയ കാറ്റ് ഇന്നും എനിക്ക് വേണ്ടി വീശും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കരുതലിന്റെ കാറ്റ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ തൃപ്തിയുള്ളവരായി തീരും. യേശു കർത്താവിന്റെ നാമത്തിൽ ആ കാറ്റ് വീശട്ടെ. നമ്പർ 4, that is important, I want to preach the wind of purpose. ദൈവ പദ്ധതിയുടെ കാറ്റ്. നമ്പർ 1, ഒന്നാമത്തെ എന്തുവായിരുന്നു? വഴി തുറക്കുന്ന കാറ്റ്, വാഗ്ദത്തത്തിൽ എത്തിക്കുവാൻ. 2, പുനർസ്ഥാപനത്തിന്റെ കാറ്റ്, അസ്ഥികളെ സൈന്യമാക്കുവാൻ, ഭൂമിയിലെ ന്യായവിധികളെ മാറ്റുവാൻ. നമ്പർ 3, കരുതലിന്റെ കാറ്റ്, തൻ്റെ ജനത്തെ പോഷിപ്പിക്കുവാൻ. നമ്പർ 4, ദൈവ പദ്ധതിയുടെ കാറ്റ്. അത് അസാധാരണമായിരുന്നു. The wind of purpose. Acts chapter 2
വേർഡ്സ് 1 and 2. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ 120 പേർ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് and suddenly there came a sound from heaven as of a rushing mighty wind, and it filled all the house where they were sitting. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ ആ ശക്തി നിറച്ചു. കാറ്റും തീയും. ഞാൻ ഫയറിലേക്ക് വരുന്നുണ്ട്. ഭയങ്കര കോമ്പിനേഷൻ ഇത് രണ്ടും. ജീസസ്. ഒരു കാറ്റ്, ഒരു കൊടിയ കാറ്റ് ഈ അപ്പോസ്തലന്മാരുടെ മേൽ അടിക്കുകയാണ്. അപ്പോ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഭയങ്കര കാറ്റടിച്ചിട്ട് അവരെയെല്ലാം ഇങ്ങനെ ഇളക്കി കാണും ആ വിൻഡ്. പ്രിയപ്പെട്ടവരെ, ആ കാറ്റിനെ തൊട്ടപ്പുറത്ത് പുറത്ത് നിൽക്കുന്ന ഒരുത്തിനും അനുഭവിക്കാൻ പറ്റിയില്ല. ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാരുടെ മേളിൽ അവർ കാറ്റടിക്കുന്നത് പോലെ എന്ന ആശയം മറന്നുപോലെ. കാറ്റല്ല, ഒരു കാറ്റടിക്കുന്നത് പോലെ. That is a feeling. ആകാശത്തുനിന്നൊരു മുഴക്കം ഉണ്ടായി. ദൈവത്തിന് വേണ്ടത് അതിനകത്തിരിക്കുന്നവരെയാ. ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതി ഉള്ളവന്റെ മേളിൽ മാത്രമാണത് വന്നത്. ദൈവത്തിന് പദ്ധതി ഉള്ളവന്റെ മേളിൽ മാത്രമാണ് ഈ കാറ്റ് വീശിയത്. അവന്റെ ശിരസിന്റെ മേളിൽ മാത്രമാണ് പിളർന്ന അഗ്നിനാവുകൾ പ്രത്യക്ഷമായത്. അപ്പോ ആരുടെ മേളിൽ കാറ്റ് വീശിയോ, ആരുടെ മേളിൽ അഗ്നിനാവുകൾ വെളിപ്പെട്ടോ, അവരെയും കൊണ്ട് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, വിൻഡ് ഓഫ് പർപ്പസ്. അവരെയും കൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് ആരോടോ കർത്താവിന്റെ ആത്മ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ പലരും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ പലരും ഈ ശക്തി എന്തെന്ന് തിരിച്ചറിയാതിരിക്കുമ്പോൾ, നിന്റെ മേളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നെങ്കിൽ, നിന്റെ മേളിൽ ഈ കാറ്റ് വീശിയെങ്കിൽ, നിന്നെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചെങ്കിൽ, അടിവരയിട്ട് എഴുതിക്കോ, നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ആ പദ്ധതി 3-ാമത്തെ അധ്യായം തൊട്ട് കാണാം. 2-ാമത്തെ അധ്യായത്തിലാണ് ഈ കാറ്റ് അവരുടെ മേൽ അടിക്കുന്നതെങ്കിൽ, 3-ാമത്തെ അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന മൂടന്തനെ പത്രോസ് എഴുന്നേൽപ്പിച്ച് നടത്തുകയാ. അനേകരെ സൗഖ്യമാക്കാനുള്ള പദ്ധതി. അതേ അധ്യായത്തിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന ഒരു പത്രോസിനെ കാണാം. സുവിശേഷം പ്രസംഗിക്കാനുള്ള പദ്ധതി, അനേകരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ, അനേകരെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള പദ്ധതി. വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിനകത്ത് പോലും ശക്തി വെളിപ്പെടുത്താൻ ഉള്ള പദ്ധതി. ജീസസ്. ആയിരങ്ങളെ, 10,000-ങ്ങളെ വിടുതലിലേക്ക് നയിക്കാനുള്ള പദ്ധതി. റോമ ഗവൺമെന്റിനെയും സന്നിധി സംഘത്തെയും യഹൂദ പരീക്ഷകളെയും വായടപ്പിക്കത്തക്ക നിലയിൽ ചില തബീതമാരെ ഉയർപ്പിക്കാനുള്ള പദ്ധതി. ദൈവസഭയെ മുടിച്ചും തകർത്തും ഇല്ലായ്മ ചെയ്ത് നടന്ന ചില ശൗലുമാരെ സ്നാനപ്പെടുത്തി അപ്പോസ്തലനാക്കാനുള്ള പദ്ധതി. ജീസസ്, 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 ജീസസ്. കർത്താവ് പറയുന്നു, പദ്ധതിയുണ്ട് കുഞ്ഞെ നിന്നെ കുറിച്ച്. നിന്റെ മേൽ ഈ കാറ്റ് വീശിയിട്ടുണ്ടോ? നിന്റെ മേൽ പരിശുദ്ധാത്മ വന്നിട്ടുണ്ടോ? നീ കരുതിയോ നിന്നെ അതൊന്ന് ഇളക്കാൻ വന്നതാ? എന്തോ 4 അന്യഭാഷ പറയിക്കാൻ വന്നാന്ന്? നോ, പദ്ധതിയുണ്ട്, പദ്ധതിയുണ്ട്. സ്വന്തം കൈ നെഞ്ചിലോട്ട് വെച്ചൊന്ന് പറഞ്ഞേ എൻ്റെ കൂടെ, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പറഞ്ഞേ. ആ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്കറിയാം ചില കൊർന്നല്യോസുമാർ സ്നാനപ്പെടുന്ന പദ്ധതി. 3000 പേർ
നിരനിരയായി നിന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന പദ്ധതി, ശമരിയ പട്ടണങ്ങളെ ഉണർവിലേക്ക് നയിക്കുന്ന പദ്ധതി, ആഭിചാരകന്മാർ അലറി വിളിച്ച് ആഭിചാര സാമഗ്രികൾ കത്തിച്ച് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന പദ്ധതി, നിഴലിനകത്തും ശക്തി വ്യാപരിച്ച് എഴുന്നേൽപ്പിക്കുന്ന പദ്ധതി. പ്ലാനുണ്ട്. ഈ കാറ്റിന്റെ പിറകിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 2 കിങ് ചാപ്റ്റർ 2 വേർഡ് 1 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് എന്ന ദൈവപുരുഷന്റെ കൂടെ നിഴൽ പോലെ നടന്ന മനുഷ്യനാ എലീശ. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത് ഏലിയാവിനോടൊപ്പം നിന്ന മനുഷ്യൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു നോട്ടാണ്, ഒരു റെഫറൻസാണ്, ഒരു റെവലേഷനാണ്. ഏലിയ വളരെ റഫായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. എലീശായെ പലയിടത്തും ഏലിയ ഒഴിവാക്കിയിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വരരുത്, ഇനി എൻ്റെ ഒപ്പം നീ നിൽക്കേണ്ട, പൊക്കോ എന്ന് വരെ എലീശായെ നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു. എലീശായുടെ കാതിനകത്ത് എല്ലാ കാലവും മുഴങ്ങുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു. 12 കാളയെ മേയിച്ചുകൊണ്ടിരിക്കുമ്പം, ഉഴവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് തൻ്റെ കവറിങ്, സ്പിരിച്വൽ കവറിങ്, തൻ്റെ പുതപ്പ് എലീശായുടെ മേളിലിട്ടു. അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെന്ന് അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ ഒന്ന് ചുംബിച്ചിട്ട് ഒരു ബൈ ബൈ പറഞ്ഞിട്ട് വരാം. ഏലിയാവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നതെന്ന് നീ ഓർക്കണം, മറക്കരുത്, നീ മറക്കരുത്, നീ മറക്കരുത്. ആ ഒരു സാധനം അവൻ്റെ കാതുകളിൽ മുഴങ്ങി നിന്നതുകൊണ്ട് അവസാന സമയം വരെയും ഏലിയാവിൻ്റെ ഒപ്പം നിന്ന് ജോർദാൻ ക്രോസ് ചെയ്ത് മറുകരയിലെത്തുമ്പോൾ ഏലിയാവ് ചുഴലിക്കാറ്റിൽ ഒരു കാറ്റ് വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തോണ്ട് പോകുമ്പോൾ നമുക്കറിയാം ഏലിയാവിൻ്റെ പുതപ്പ്, എലീശായുടെ മേളിൽ വന്ന് വീഴുക. ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി അവൻ പ്രാപിക്കുകയാ. എന്തിനു വേണ്ടി? ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. എന്തിനു വേണ്ടി ഏലിയാവിൻ്റെ കൂടെ എലീശായെ ദൈവം ചേർത്ത് നിർത്തിയോ, അടുത്ത മൂമെന്റിൽ ഈ കാറ്റിന് ശേഷം ആ പർപ്പസിലേക്ക് എലീശ കാലെടുത്ത് വെക്കുകയാണ്. ഈ കാറ്റിന് ശേഷം ആ പർപ്പസിലേക്ക് എലീശ കാലെടുത്ത് വെക്കുകയാണ്. ദൈവം അടുപ്പിച്ച the wind of purpose. Hallelujah. Yes, Pastor. The Holy Spirit as the wind of God, we heard almost 4 points. The first was the wind that opens the way for our promises. Secondly, the wind of restoration. Thirdly, the wind of provisions. This we find in Numbers chapter 11, 31 to 32, where these people didn't have anything to eat and they were praying to the Lord. Finally, the Lord actually makes a wind to blow, and it brought quail from the sea, and it kept fluttering near the camp, and these people were able to take it all day and night and even to the next day, and gathered the quail, and he who gathered least gathered 10 homers of quail. That was such a great provision that happened. They were able to take it by hand. They didn't have to go and wander for it, but it came to their doorsteps. Secondly, this happened not in a place, not in a city, or not in a place where there are enough shops of quails, but this happened right in the midst of a desert. Thirdly, the Lord was providing not just an ordinary thing, but the thing provided was so good, so best. God always gives best. When you think about your past life, just the past 1.5 years which you underwent in the pandemic, how the Lord provided, how the provision of the Lord was there. Can you just thank the Lord for the wind that blew into your house? You didn't know from where it came, but it came. That was the truth. And let us thank the Lord for that great provision which the Lord gave throughout. Next, let's go to the next point. Point number 4, wind of purpose. This is
Acts chapter 2 verse 1 and 2. Something like a wind, it was blowing and a great sound was heard. The people outside did not hear it, but the people inside were able to experience that wind. The ones outside were not able to hear it, but the people inside experiences. What's the meaning of that? The Lord purposefully blows this wind on the peoples whom the Lord had a purpose. Only to them was the wind was blown. If the wind has blown in your house, into your heart, make it is very evident that the Lord has a specific purpose for you. Nobody else had that experience. The people around you did not experience that. That very well means that you have a great purpose in life. And this purpose, the people were radically changed. All the disciples who gathered there, they were radically changed because of the wind that was blown. They were no more in fear. They were no more in anxiety. All the bad temperaments and characters that left them. Yes. These people began to turn the Yes. world upside down, and slowly and steadily, all of a sudden, they began to unravel themselves. The kind of purpose which the Lord had for them. The very next chapter, you find a great healing happen. Then you find a great evangelistic campaign happen. Then you find 3,000 people baptized. Then you find the Sanhedrin was hushed because of the great wonders and miracles were happening. Yes. You can find the Saul of Tarsus was changed into Paul the apostle, and you find these people moving around, and people looked at them and said, oh, these people who turned the world upside down have come to us. That was the kind of transformation which this wind brought. That was the kind of purpose that was revealed in them. The Lord has a purpose for you. This wind will slowly and steadily unravel the purposes which the Lord has in you. If you pray like that, if you eagerly wait like that, as Pastor said, the example of Elisha, he was discouraged by the prophet. The prophet was so hard on him. Even then, he was discouraged by the prophet. He was discouraged by the other disciples, but he pressed on. He kept hard on him, and at last he was able to receive that mantle from that great man. And sooner what happened, the purpose of God in him was able to unravel all of a sudden by crossing the river Jordan. You are called for a purpose, and the wind of purpose will mightily reveal that purpose in your life. ഈ പദ്ധതിയുടെ കാറ്റ് അപ്പോസ്തലന്മാരുടെ മേൽ വീശിയതിനാൽ ഈ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് വേർഡ് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിഘ്നം കൂടാതെ അവർ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ, വിഘ്നം കൂടാതെ അപ്പോസ്തലന്മാരെല്ലാവരും, ഐ നോ എവ്രി വൺ, നോട്ട് ഓൺലി ദ പോൾ, എവ്രി വൺ, എല്ലാവരും വിഘ്നം എന്ന് പറഞ്ഞാൽ എന്തുവാ? തടസ്സങ്ങൾ കൂടാതെ, നിർത്തലുകളില്ലാതെ, ഇടതടവുകളില്ലാതെ, തടസ്സങ്ങളില്ലാതെ അവർ ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുവിനെ കുറിച്ച് ഉപദേശിച്ചു. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വീശുമ്പോൾ എല്ലാ തടസ്സങ്ങളെയും സ്വർഗം എടുത്തു മാറ്റട്ടെ. വിഘ്നങ്ങൾ കൂടാതെ മനസ്സിൽ, ആത്മാവിൽ, ശരീരത്തിൽ, ചിന്തകളിൽ, വികാരങ്ങളിൽ, സാമ്പത്തികത്തിൽ, സാഹചര്യത്തിൽ, കാഴ്ചപ്പാടുകളിൽ, ഒപ്പം നിൽക്കുന്നവരുള്ള ബന്ധത്തിൽ, സകലത്തിലും തടസ്സങ്ങളില്ലാതെ, വിഘ്നം കൂടാതെ ദൈവത്തിന്റെ രാജ്യം പ്രസംഗിക്കുവാൻ ദൈവ പദ്ധതിയുടെ കാറ്റ് നിങ്ങളുടെ മേൽ വീശട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇടതടവുകളില്ലാതെ നിങ്ങൾക്ക് ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ. വഴികൾ തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവേ, ഏത് പർപ്പസിനായി, പദ്ധതിക്കായി ഈ കാറ്റ് ഇവരുടെ മേൽ വീശിയോ അത് ഇവരിലൂടെ സ്വർഗം ചെയ്തെടുക്കണമേ.